ചേലക്കരയിൽ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ മലമ്പാമ്പ്. LF ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയുടെ ബാഗിനുള്ളിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ 9:15 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മുടെ +2 പഠിക്കുന്ന കുട്ടി മാത്സ് ക്ലാസ്സിലെ കാൽക്കുലേറ്റർ എടുക്കുന്നതിന് വേണ്ടി ബാഗ് തുറന്നു. അപ്പോൾ ബാഗ് തുറന്നപ്പോൾ കാൽക്കുലേറ്റർ എടുത്തെങ്കിലും അത് എന്തോ ചുരുണ്ട് കിടക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അപ്പോൾ അവൾ അടുത്ത കുട്ടികളെ കാണിച്ചു കൊടുത്തപ്പോൾ പാമ്പാണെന്ന് മനസ്സിലായി. കുട്ടിക്കും മനസ്സിലായി, കൂട്ടുകാർക്കും മനസ്സിലായി. ഉടൻ തന്നെ വേറൊരു കുട്ടികൾ പേടിച്ചു. അപ്പോൾ അടുത്തിരുന്ന കുട്ടി വേഗം ഓടി വന്ന് ആ ബാഗിന്റെ സിബ് അടച്ചു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, ഈ സ്കൂൾ ബാഗിനുള്ളിൽ പാമ്പ് ഇരിക്കുക, അപ്പോഴത് സ്കൂളിൽ നിന്നായിരിക്കുമോ ഈ പാമ്പ് ഈ ബാഗിൽ കടങ്ങുക? ഈ പ്രദേശം അങ്ങനെ ഇത്തരം വനത്തോട് ചേർന്നുള്ള സ്ഥലമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള സ്ഥലമാണോ? ഈ പാമ്പിന്റെ സാന്നിധ്യം അവിടെ എങ്ങനെ ഉണ്ടായി എന്നതൊരു ചോദ്യമാണല്ലോ. വിജയകുമാർ, ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രാഥമികമായ അന്വേഷണം സ്കൂൾ അധികൃതർ തന്നെ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നായിരിക്കാം ഈ മലമ്പാമ്പ് ബാഗിനുള്ളിൽ കയറിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കുട്ടി പാമ്പുമായി സ്കൂളിലേക്ക് യാത്ര ചെയ്ത് വരേണ്ട ഒരു സാഹചര്യം, അപ്പോഴൊന്നും കുട്ടി ഇത് അറിഞ്ഞില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. അങ്ങനെ ഒരു നിഗമനമാണെങ്കിൽ അങ്ങനെ ആദ്യ പീരീഡിൽ കുട്ടി ബാഗ് തുറക്കുന്നു, ബാഗ് തുറന്ന കാൽക്കുലേറ്റർ പുറത്തെടുക്കുന്നു. ആ സമയത്താണ് കുട്ടിയുടെ കയ്യിൽ എന്തോ തട്ടിയതുപോലെ ചെറിയൊരു നനവ് അനുഭവപ്പെട്ടു. ഇതോടുകൂടിയാണ് കുട്ടി ബാഗിനകത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നത്. അപ്പോൾ ചുരുണ്ട് കിടക്കുന്നത് പോലെ തോന്നി. അപ്പോൾ തൊട്ടടുത്തിരുന്ന സഹപാഠികളും ഈ ബാഗിനകത്തേക്ക് നോക്കിയപ്പോഴാണ് പാമ്പാണ് എന്ന് മനസ്സിലാകുന്നത്. പിന്നീട് കുട്ടികൾ വലിയ രീതിയിൽ ഭയപ്പെട്ടു. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടി ഓടി വന്ന് ഈ ബാഗ് അടയ്ക്കുകയായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ, അതായത് സ്കൂൾ അധികൃതരല്ല, അല്ലാതെ പുറത്തു നിന്ന് സ്കൂളിൽ പണിക്കെത്തിയ ആളുകളാണ് പിന്നീട് ഈ ബാഗിൽ നിന്ന് ഈ പാമ്പിനെ പുറത്തെടുത്തത്. പിന്നീട് ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ അടക്കം സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി ഈ കാര്യം ധരിപ്പിക്കുകയുണ്ടായി സ്കൂൾ അധികൃതർ. അപ്പോൾ വീട്ടുകാർ പറഞ്ഞത് ഇപ്രകാരമാണ്. അതായത് രാത്രി കാലങ്ങളിൽ ഈ ജനല് തുറന്നിട്ടാണ് വീട്ടിന്റെ ജനല് പലപ്പോഴും തുറന്നിടാറുണ്ട്. അങ്ങനെ ആയിരിക്കാം ഈ സ്കൂൾ ബാഗിനകത്തേക്ക് ഈ മലമ്പാമ്പ് കയറിക്കൂടിയത് എന്നൊരു നിഗമനമാണ് വീട്ടുകാർ പങ്കുവച്ചത്. എന്തായാലും ഈ വീട്ടിൽ നിന്ന് കയറിയതാണ് ഈ പാമ്പെങ്കിൽ കുട്ടി ആ ബാഗും അടച്ച് ഇതൊന്നും അറിയാതെ ഈ പാമ്പിനെയും ചുമന്ന് സ്കൂളിൽ എത്തി എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും വലിയൊരു ആശങ്കയിലൂടെയാണ് കടന്നുപോയതെന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. വല്ലാതെ ഭയപ്പെട്ടു പോയി. ഇന്ന് ഈ കുട്ടികളുമായി സംസാരിക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. ആ സമയത്തും അവർക്ക് സംസാരിക്കാൻ കഴിയാവുന്ന ഒരു മാനസികാവസ്ഥ പോലും അല്ലായിരുന്നു. ആ രീതിക്ക് ഭയപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ്. ആ കുട്ടിക്ക് കൃത്യസമയത്ത് അത് കണ്ടതുകൊണ്ട് തന്നെ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്കും ഒന്നും തന്നെ കാര്യങ്ങൾ പോയില്ല. വിജയകുമാർ, യെസ്, ഈ സംഭവം തൃശ്ശൂർ ചേലക്കരയിലാണ്. അവിടെയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ മലമ്പാമ്പിനെ കണ്ടെത്തിയത്. സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയുടെ ബാഗിനുള്ളിലായിരുന്നു പാമ്പ് ഉണ്ടായിരുന്നത്. വീട്ടിൽ നിന്നാവാം ഈ പാമ്പ് ബാഗിൽ കടന്നതെന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.